എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. +2 പരീക്ഷാഫലം ഇന്നലെ പുറത്തു വന്നു. ഒരുപാട് വിദ്യാർത്ഥികൾ നമ്മോട് സങ്കടം പറയുന്നുണ്ട്. സാർ, 1 മാർക്കിനോ 2 മാർക്കിനോ ഒക്കെ തോറ്റുപോയി, ഫേ എഴുതണം. അതേസമയം 5 വിഷയത്തിന് A+ കിട്ടി. സാർ, ഒരു വിഷയത്തിനൊക്കെ വെറും 2-3 മാർക്കിനാണ് സാർ എന്ത് ചെയ്തത്, A+ നഷ്ടമായി പോയത്. അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ വന്ന കാര്യം +2 സേ ഓർ ഇംപ്രൂവ്മെൻറ്റ് എക്സാമിനെ സംബന്ധിച്ചുള്ള വിവരങ്ങളാണ്. സേ പരീക്ഷ എത്ര വിഷയം എഴുതാം, ഇംപ്രൂവ്മെൻറ്റ് എത്ര വിഷയം എഴുതാം. ലാസ്റ്റ് ഡേറ്റ് മെയ് മാസം 27-ാം തീയതിയാണ്. സേ ഓർ ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷ വിദ്യാർത്ഥികളുടെ മുഴുവൻ സംശയങ്ങളും അതിനുള്ള ഉത്തരങ്ങളുമാണ് ഈ ഒരു വീഡിയോയിൽ കൂടെ നിങ്ങളുമായി പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത്. വിശദമായ വാർത്തയിലേക്ക് പോകും മുമ്പായിട്ട് ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന വിദ്യാർത്ഥി ഉണ്ടെങ്കിൽ തീർച്ചയായും മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പ്രത്യേകം ശ്രദ്ധിക്കാം. സബ്സ്ക്രൈബ് ചെയ്യുന്നതിനൊപ്പം നോട്ടിഫിക്കേഷൻ ബെല്ലുകൾ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക. ചാനൽ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ടെങ്കിൽ മാത്രം തീർച്ചയായും ഒന്ന് ലൈക്കും കൂടി ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കാം. അതുപോലെ തന്നെ നമ്മുടെ ചാനലിൻ്റെ വാട്സപ്പ് ചാനലിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് നിങ്ങൾക്ക് വീഡിയോയ്ക്ക് തല ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നേരെ വളരെ സുപ്രധാനവും വളരെ പ്രാധാന്യമറിയിക്കുന്ന വാർത്തയിലേക്ക് തന്നെ കിടക്കാം. നിരവധി വിദ്യാർത്ഥികൾ ഇന്നലെ +2 പരീക്ഷാഫലം വന്നപ്പോൾ നിരവധി വിദ്യാർത്ഥികൾ സങ്കടങ്ങൾ നമ്മളെ അറിയിക്കുന്നുണ്ട്. കാരണം സാർ തോറ്റുപോയി, സാർ +2 തോറ്റുപോയി, അപ്പോൾ സേ പരീക്ഷയ്ക്ക് രജിസ്റ്റർ ചെയ്യണം. സേ പരീക്ഷ എത്ര വിഷയം എഴുതാൻ സാധിക്കും? സാർ, ഇമ്പ്രൂവ്മെൻ്റ് എന്ന് പറയുമ്പോൾ 1 മാർക്കിനോ 2 മാർക്കിനോ ഒക്കെയാണ് A+ പോയത്. ആ വിദ്യാർത്ഥികളോട് നമ്മൾ റീവാലുവേഷൻ കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പല വിദ്യാർത്ഥികളും 5 വിഷയത്തിന് ജയിക്കുകയും 1 വിഷയം ഫെയിലായി പോവുകയും, അല്ലെങ്കിൽ 5 വിഷയം നല്ല മാർക്കോടെ ജയിക്കുകയും 1 വിഷയത്തിന് മാത്രം നല്ല രീതിയിൽ മാർക്ക് കുറഞ്ഞു പോവുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള വിദ്യാർത്ഥികൾക്ക് വേണ്ടിയുള്ള സേ പരീക്ഷയും അതുപോലെ തന്നെ ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷയുടെയും രജിസ്ട്രേഷൻ നടപടിക്രമങ്ങൾ ഇന്ന് രാവിലെ 10 മണി മുതൽ പൊതുവിദ്യാഭ്യാസ വകുപ്പ് ആരംഭിച്ചിട്ടുണ്ട്. രജിസ്ട്രേഷൻ ആരംഭിച്ചു. അതായത് ഈ രജിസ്ട്രേഷൻ എങ്ങനെ സമർപ്പിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ +2 മെയിൻ എക്സാം എഴുതിയ സ്കൂളിൽ +2 മെയിൻ എക്സാം എഴുതിയ സ്കൂളിൽ എന്ത് ചെയ്യണം? സ്കൂളിലെ ആണ് അപേക്ഷ സമർപ്പിക്കണം. നിങ്ങൾ മെയിൻ എക്സാം എഴുതിയ സ്കൂളിലാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, സേ പരീക്ഷയ്ക്കും രജിസ്റ്റർ ചെയ്യേണ്ടത്. അപ്പോൾ ആ സ്കൂളിൽ നിങ്ങൾ ചെല്ലുക. ശേഷം പ്രാക്ടിക്കൽ ഇല്ലാത്ത വിഷയമാണെങ്കിൽ സേ പരീക്ഷ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എത്ര വിഷയം വേണമെങ്കിലും എഴുതാം. 1 വിഷയം മുതൽ 6 വിഷയം വരെ തോറ്റവർക്കും എഴുതാം. 1 വിഷയത്തിന് 150 രൂപയാണ് വിത്തൗട്ട് പ്രാക്ടിക്കൽ ഇല്ലാത്ത വിഷയത്തിന് 150 രൂപയാണ് ഒരു വിദ്യാർത്ഥി അല്ലെങ്കിൽ വിദ്യാർത്ഥിനി അടയ്ക്കേണ്ടത്. പ്രാക്ടിക്കൽ ഇല്ലാത്ത വിഷയത്തിന് 150 രൂപയും പ്രാക്ടിക്കൽ ഉള്ള വിഷയത്തിന് 170 രൂപയും. പ്രാക്ടിക്കൽ ഇല്ലാത്ത വിഷയത്തിന് 150 രൂപയും പ്രാക്ടിക്കൽ ഉള്ള വിഷയത്തിന് 170 രൂപയും വിദ്യാർത്ഥികൾ അടയ്ക്കണം. പ്രാക്ടിക്കൽ ഉള്ള വിഷയത്തിന് 150 രൂപയും പ്രാക്ടിക്കൽ ഇല്ലാത്തതിനാണ് 150. പ്രാക്ടിക്കൽ ഇല്ലാത്ത വിഷയത്തിന് 150 രൂപയും പ്രാക്ടിക്കൽ ഉള്ള വിഷയത്തിന് 175 രൂപയും ഒരു വിദ്യാർത്ഥി അടയ്ക്കണം. സേ പരീക്ഷ നിങ്ങൾക്ക് എത്ര വിഷയം വേണമെങ്കിലും എഴുതാം. 1 വിഷയം സേ ഉള്ളവരോ, അതോ 2 വിഷയമുള്ളവരോ, 3 വിഷയം, 6 വിഷയം നിങ്ങൾക്ക് സേ ആണെങ്കിലും എഴുതാം. ബട്ട് ഇമ്പ്രൂവ്മെൻറ്റ് എല്ലാ വിഷയത്തിനും പാസ്സായ വിദ്യാർത്ഥികൾക്ക് 1 വിഷയം ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യാം. എല്ലാ വിഷയവും ജയിച്ച വിദ്യാർത്ഥിനികൾക്ക് 1 വിഷയം എന്ത് ചെയ്യാം, ഇമ്പ്രൂവ് ചെയ്യാം. അതിന് 500 രൂപ, ആ 1 വിഷയത്തിന് എന്ത് ചെയ്യണം, 500 രൂപ വിദ്യാർത്ഥി നൽകണം. അപ്പോൾ വിദ്യാർത്ഥികൾ ചോദിക്കുന്ന മറ്റൊരു സംശയമാണ് സാർ, എനിക്ക് സേ ഉണ്ട്, എനിക്ക് സപ്ലി ഉണ്ട്, അപ്പോൾ എനിക്ക് ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യാൻ പറ്റുമോ? പറ്റും. നിങ്ങൾക്ക് ജയിച്ച ഒരു വിഷയത്തിന് ഇമ്പ്രൂവ് ചെയ്യാം. മനസ്സിലായ? നിങ്ങൾക്ക് സപ്ലി ഉള്ള വിഷയങ്ങൾ, സേ ഉള്ള വിഷയങ്ങൾ സേ ആയിട്ട് രജിസ്റ്റർ ചെയ്യുക. നിങ്ങൾക്ക് ഏത് വിഷയത്തിനാണോ മാർക്ക് കൂട്ടാൻ ആഗ്രഹമുള്ളത് ആ വിഷയം എന്ത് ചെയ്യുക, ഇമ്പ്രൂവ്മെൻ്റ് ആയിട്ട് രജിസ്റ്റർ ചെയ്യുക. പറ്റും, അങ്ങനെയും പറ്റും. എന്തായാലും ലാസ്റ്റ് ഡേറ്റ് മെയ് മാസം 27-ആണ്. ഇക്കാര്യങ്ങൾ ശ്രദ്ധിച്ച് മുന്നോട്ട് പോകുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മൈ നെയിം ഈസ് കൃത, ഫൗണ്ടർ ഓഫ് സ്ക്രൈബ് ഫോർ ദ കരിയർ ഗൈഡൻസ്. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.